ഇന്ന് കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു കരിമീൻ നമുക്ക് പൊള്ളിച്ചാലോ? അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ. അപ്പോൾ ഞാനിവിടെ ഒരു കരിമീൻ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കരിമീനാണ്. ഇത് ഞങ്ങൾ തന്നെ ചെത്തിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഇതേപോലെ ക്ലീൻ ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഫ്രഷ് കരിമീൻ ഞങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പിടയ്ക്കുന്ന കരിമീനാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മസാല പുരട്ടി വെക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അധികം വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് മീനിൽ നന്നായിട്ട് പുരണ്ടിരിക്കാൻ പറ്റിയ വിധത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതേ പാകത്തിൽ നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് വലിയ മീനായതുകൊണ്ട് നമുക്കൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിന് എപ്പോഴും നല്ല വലിയ മീനായിരിക്കണം. ഇതൊരു 1/2 കിലോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും നല്ല കട്ടിയാണുള്ളത്. അപ്പോൾ അതേപോലെ നല്ല മാംസമുള്ള മീൻ മേടിക്കണം. ചെറിയ മീനായിരുന്നെങ്കിൽ ഭയങ്കര മുള്ളായിരിക്കും, മാംസം കിട്ടില്ല. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ വെച്ച് തലയുടെ ഉള്ളിലും ആ വശങ്ങളിലൊക്കെ നമ്മുടെ ഈ മസാല തേച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ തുടങ്ങി ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ വെച്ചിരിക്കണം. എന്നാലേ ഇതിനകത്ത് ഉപ്പും എരിവൊക്കെ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വലിയ കരിമീനായതുകൊണ്ട് ഇത്തിരി പിടിക്കണമെങ്കിൽ കുറച്ച് നേരം വേണം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. മീൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് വറുക്കാം. സിമ്മിലിട്ട് വറുത്തെടുക്കാം. അധികം മൊരിയരുത്, ചെറിയതായിട്ട് വറുത്താൽ മതി. അപ്പോൾ ഒരു വശം പാകമായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഇത്രയും പാകത്തിൽ വറുത്താൽ മതി. അധികം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണിത്. അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് അടുത്ത വശവും ശരിയായിട്ടുണ്ട്. നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ വേറൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കണം. 2 ചെറിയ തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശുവിനിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി. അപ്പോൾ എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ പാകത്തിൽ നമുക്ക് മാറ്റാം. ഇനി പൊതിയാനുള്ള ഇല വാട്ടിയെടുക്കാം. ഇതേപോലെ സ്റ്റവിൽ കാണിച്ച് അപ്പുറവും ഇപ്പുറവും ഒന്ന് ഇല വാട്ടിയെടുക്കാം. ഇലയൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേപ്പില വെച്ച് കൊടുക്കാം. തക്കാളി വെച്ച് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും പകുതി ഗ്രേവി അതിനകത്ത് വെച്ച്
ഒന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ 2 സവാള കഷ്ണങ്ങളും വെച്ച് കൊടുത്ത് മീൻ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. നിവർത്തി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവിയും ഇതിലേക്ക് വെച്ച് അത് ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലായിടത്തും പറ്റുന്ന വിധത്തിൽ കവർ ചെയ്യണം. ഇങ്ങനെ അമർത്തി അമർത്തി തേച്ച് കൊടുക്കണം. അപ്പോഴേ അതിനകത്ത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അത് നല്ല ടേസ്റ്റാണ്. ഇത് പൊള്ളിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒട്ടും അവിടെ ഇവിടെയും കാണരുത്. ഇതേപോലെ ഫുള്ളും കവർ ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ 2 സവാളയും തക്കാളിയും കുറച്ച് കാഷ്യൂനട്ടും ഒരു വേപ്പിലയും വെച്ച് കൊടുത്ത് നമ്മൾ പൊള്ളിച്ച് കഴിയുമ്പോൾ വേപ്പിലേക്ക് വെക്കുന്നത് നല്ലൊരു മണമാണ്. അപ്പോൾ വേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 അറ്റവും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഒന്ന് മടക്കി ഇനി ആ തുമ്പ് ഒന്നുകൂടി ഉള്ളിലേക്ക് മടക്കാം. എന്നിട്ട് ഇതേപോലെ 2 അറ്റവും മടക്കിയെടുക്കുക. എന്നിട്ട് വാഴനാര് കൊണ്ട് തന്നെ നമുക്കിത് കെട്ടിയെടുക്കാം. ഒരു കെട്ട് കെട്ടിയാലും മതി. ഞാനിവിടെ 3 കെട്ട് കെട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് പുറത്തേക്ക് ഇത് ചാടിപ്പോവില്ല. അല്ലെങ്കിൽ എണ്ണയൊക്കെ ചിലപ്പോൾ പോകും. അല്ലെങ്കിൽ നമ്മുടെ ഇലയൊക്കെ കരിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പഴയ ചീനച്ചട്ടിയോ പാനോ അടുപ്പിൽ വെക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ച കരിമീൻ പതുക്കെ പ്രസ് ചെയ്ത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 7 മിനിറ്റോളം നമുക്കിത് സിമ്മിലിട്ട് വേവിക്കണം. ഇത് വെന്താന്ന് നോക്കണത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. ഇല ഒന്ന് കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. എന്നിട്ട് വേണം ഈ ഇല ഇങ്ങനെ കരിയിച്ചെടുക്കാൻ. അല്ലാതെ ഫുൾ ഫ്ലെയിമിലിട്ട് ഇല കരിയരുത്. ഇതേപോലെ സിമ്മിലിട്ട് വെക്കണം. പിന്നെ ആ വശവും നമുക്ക് വെന്താന്ന് നോക്കാം. 2 വശവും പാകമായിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഇപ്പം തന്നെ. പിന്നെ തുറന്നു കഴിഞ്ഞാൽ അടിപൊളി മണമായിരിക്കും. അപ്പോൾ നമുക്ക് പാകമായ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ഭയങ്കര ചൂടാണ്. എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ആഹാ, അടിപൊളി മണമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുനാരങ്ങയും തക്കാളിയും സവാളയൊക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കരിമീൻ കിട്ടുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല മണമാണ്. ഏത് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ ഒന്ന് ഗ്രേവിയൊക്കെ മാറ്റി, ഗ്രേവിയുടെ ഒപ്പമാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് മീനെടുക്കുക, 1 കഷ്ണം കാശുവിനിട്ട് കൊടുത്ത് 1 കഷ്ണം സവാളയും എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നാലേ ഇതിൻ്റെ രുചി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിതൊന്ന് കാലിയാക്കട്ടെ. ഇപ്പം തന്നെ കാലിയാകും. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത റെസിപ്പിയുമായി നാളെ കാണാം. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത്